നമസ്കാരം. പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു ബീഫ് കറിയുടെ റെസിപ്പിയുമായിട്ടാണ്. ഇനി അതെങ്ങനെ തയ്യാറാക്കണമെന്ന് നോക്കാം. ഞാനിവിടെ 1 കിലോ ബീഫ് എടുത്തിട്ടുണ്ട്. ചെറിയ ക്യൂബ്സായിട്ട് കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇനി ഇതൊന്ന് പ്രഷർ കുക്ക് ചെയ്തെടുക്കണം. ബീഫ് എടുക്കുമ്പോൾ എപ്പോഴും കുറച്ച് നെയ്യുള്ള ടൈപ്പ് എടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റി ആയിരിക്കും കേട്ടോ. ഇപ്പോൾ എനിക്കിവിടെ അത്രയും നെയ്യുള്ള ടൈപ്പൊന്നുമല്ല കിട്ടിയിരിക്കണേ. അടുത്തായിട്ട് നമുക്കിതിലോട്ട് സവോള ചേർത്ത് കൊടുക്കണം. ഒരു സവോള നീളത്തിൽ കനം കുറച്ച് അരിഞ്ഞതാണ്. പിന്നെ വേണ്ടത് വെളുത്തുള്ളിയാണ്. ഞാനിവിടെ ഏകദേശം ഒരു 10 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. നല്ല നാടൻ വെളുത്തുള്ളി തന്നെ ചതച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇഞ്ചി ചതച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിനി മസാല ഉണ്ടാക്കുമ്പോൾ ഇഞ്ചി ഒന്നും ചേർക്കുന്നില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ തന്നെ ആവശ്യത്തിനുള്ള ഇഞ്ചി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 4 പച്ചമുളകാണിത്, അധികം എരിവില്ലാത്ത പച്ചമുളക്. 1 ടീസ്പൂണ് നാരങ്ങാനീര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബീഫ് നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കാനാട്ടോ. 1/2 ടീസ്പൂണ് കുരുമുളക് പൊടി, 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ വേണ്ടത് കുറച്ച് കറിവേപ്പിലയും വെളിച്ചെണ്ണയാണ്. ഞാനിപ്പം ബീഫ് വേവിക്കുമ്പോൾ അതിലോട്ട് മുളക് പൊടിയോ മല്ലിപ്പൊടിയോ മസാലപ്പൊടികളോ ഒന്നും ചേർക്കുന്നില്ല കേട്ടോ. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കുക. ബീഫ് നമ്മൾ കഴുകി ക്ലീൻ ചെയ്യാൻ വെള്ളമൊക്കെ വാലാൻ തന്നെയാണ് വെച്ചിരുന്നത്. എങ്കിൽ പോലും ബീഫ് കുക്ക് ചെയ്ത് വരുമ്പോൾ അതിലോട്ട് വെള്ളം ഇറങ്ങി വരും. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ഇനി ഇത് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കണം. ഞാനിപ്പോൾ മീഡിയം ഫ്ലെയിമിൽ ഏകദേശം 20 മിനിറ്റ് കുക്ക് ചെയ്തെടുത്തിരുന്നു. 4 വിസിലാണ് വന്നത്. അതിൻ്റെ ആവിയെല്ലാം പോയതിന് ശേഷം നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ബീഫ് വേവിക്കുമ്പോൾ ഒരു 90% വെന്ത് വന്നാൽ മതി. ബാക്കി നമ്മൾ മസാല ഉണ്ടാക്കുമ്പോൾ കുക്ക് ചെയ്തെടുക്കുന്നതാണ് നല്ലത്. അങ്ങനെയാകുമ്പോൾ ബീഫ് കുഴഞ്ഞു പോയില്ല. ഇപ്പം ബീഫിൽ അത്യാവശ്യത്തിന് വെള്ളമൊക്കെ ഉണ്ട് കേട്ടോ. ഇനി ഒരു പാൻ ചൂടാക്കിയിട്ട് അതിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ വെളുത്തുള്ളി ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുക. വെളുത്തുള്ളിയുടെ ഒരു പച്ചമണമൊക്കെ മാറി വരുമ്പോൾ അതിലോട്ട് ചെറിയുള്ളി ചേർത്ത് കൊടുക്കുക. ചെറിയുള്ളി ചേർത്ത് ബീഫ് വളർത്തുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ അതിന്. ഏകദേശം ഒരു 15ഓളം ചെറുള്ളി എടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഇതിൻ്റെ പച്ചമണമൊക്കെ മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കണം. കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഈ ഒരു സമയത്ത്. ഉള്ളിയുടെ കളറൊക്കെ ഏകദേശം മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് മസാലകൾ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. ആദ്യമായിട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 1.5 ടീസ്പൂണ് ചതച്ച് വെച്ച മുളകാണ്. അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് കേട്ടോ ഞാനിതിപ്പോൾ എല്ലാം ചെയ്യുന്നത്. 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂണ് ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് മീറ്റ് മസാല ചേർത്ത് കൊടുക്കാം കേട്ടോ. 1/2 ടീസ്പൂണ് വലിയ ജീരകത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1.5 ടീസ്പൂണ് കാശ്മീരി മുളക് പൊടിയാണ്, പിരിയൻ മുളകിൻ്റെ പൊടി കളറിന് വേണ്ടിയിട്ടാട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ഇതിലോട്ട് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. നമ്മൾ ബീഫ് വേവിക്കുന്ന സമയത്ത് ഉപ്പൊക്കെ ചേർത്തിരുന്നു. അപ്പം ഇപ്പം ഗ്രേവിയിലേക്കുള്ള ഉപ്പൊക്കെ നോക്കിയിട്ട് അതനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ ഞാനിത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലൊന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് മുളക് പൊടിയൊന്നും ചേർത്തിട്ടുണ്ടായിരുന്നില്ലല്ലോ, മസാലകളൊന്നും. അപ്പം ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ബീഫിലേക്ക് ആ ഒരു മസാലകളൊക്കെ പിടിക്കും കേട്ടോ. ഇപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ബീഫൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഗ്രേവി ടൈപ്പ് ആണെങ്കിൽ ഇതുപോലെ യൂസ് ചെയ്യാം. ഇപ്പം ബീഫിൻ്റെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. തുറന്ന് വെച്ച് തന്നെ ഒരു മീഡിയം ഫ്ലെയിമിൽ ബീഫിൻ്റെ ഗ്രേവിയൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കുകയാണ് ഞാൻ. നല്ല നെയ്യുള്ള ടൈപ്പ് ആയിരുന്നെങ്കിൽ കുറച്ചും കൂടി കളർ കിട്ടും കേട്ടോ. ഇനി നമുക്ക് ലാസ്റ്റായിട്ട് ഇതിലോട്ട് 1/2 ടീസ്പൂണ് കുരുമുളക് പൊടിയും ഒരു 2 നുള്ള് ഉലുവാപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെയാകുമ്പോൾ നമ്മുടെ ബീഫ് കറി റെഡിയായി. പിന്നെ ആവശ്യത്തിന് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി ഞാൻ വിചാരിക്കുന്നു. വളരെ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു ബീഫ് കറിയുടെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ കമൻസും സജഷൻസും കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാൻ മറക്കരുത്. ഫാമിലി മെമ്പേഴ്സിനും ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടൻ്റെ അടുത്തുള്ള ബെല്ലൈക്കൺ ഉണ്ട്, അതൊന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കാണാം.
അതും കൂടി പ്രസ് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ നന്ദി, നമസ്കാരം.